ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് കാക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് കോഴിക്കോടിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. സോ റെഡിയാണോ? നമ്മുടെ മ്യൂസിക് ബോക്സ് ഒക്കെ സെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ എടുത്തു. നമുക്ക് ലഗേജൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് പോകാം. ആക്ച്വലി നമ്മൾ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്തത് ഈ ഒരു ഹോട്ടലാണ്. ഈ ഒരു സ്ഥലം വരുന്നത് കാക്കനാട് തന്നെയാണ്. ഓക്കെ ആ ലഗേജ് ഞാൻ എടുക്കുന്നതാണ്. സോ ഈ ലഗേജ് ഞാൻ എടുക്കാം. ഇതൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇറങ്ങാം. ജാക്കറ്റ് എടുക്കണ്ടേ? വെള്ളം കൂടെ എടുത്തോ? ഇത് എടുത്തോ? മൈക്കിന്റെ ചാർജ് തീർന്നു കേട്ടോ. ഇപ്പൊ ഇത് ക്യാമിന്റെ മൈക്കിലാണ് ഇപ്പോ റെക്കോർഡ് ചെയ്യുന്നത്. ഈ മൈക്ക് പവർ ബാങ്ക് മാറ്റി കൊടുക്കും. സെറ്റല്ലേ? സോ അപ്പോൾ നമ്മളിവിടെ ഇറങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ. ഏതാ? ആ, ചൂടെടുക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട്. പക്ഷേ ആക്ച്വലി മഴ പെയ്തിട്ടും നല്ല ചൂടല്ലേ ഇവിടെ? അതെടുത്ത് അതിൽ വെച്ച് വയ്ക്കും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏറെക്കുറെ ഒരു 8-8:30 ആയിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ഭാഗത്തേക്കാണ്. ഗുരുവായൂർ, തൃശ്ശൂർ ആ സൈഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബൈപ്പാസ് വഴിയാണുള്ള യാത്ര. മുഴുവൻ റോഡും പൊട്ടിപ്പൊളിഞ്ഞ് തവിട് പൊടിയായിട്ട് കിടക്കുവാണ്. എന്താ പറയുക, മുഴുവൻ പണിയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ തൊട്ട് ആക്ച്വലി ഇന്നലെ ഞങ്ങൾ എന്നാ തലേന്നല്ലേ? തലേന്ന് രാത്രി തിരിച്ചായിരുന്നു. തിരിച്ചു തൊട്ട് ഇതാണ് ഇവിടുത്തെ റോഡിൻ്റെയൊക്കെ അവസ്ഥ. വൻ ദയനീയമായ അവസ്ഥ എന്ന് തന്നെ പറയണം. കാരണം ആകെ നല്ല റോഡുണ്ടായിരുന്ന ട്രിവാൻഡ്രത്ത് മാത്രമേ. ട്രിവാൻഡ്രം ബൈപ്പാസ് ആ കഴക്കൂട്ടമൊക്കെ കഴിഞ്ഞതോടുകൂടെ പിന്നെ ഫുള്ളും പണിയും എല്ലാ റോഡും പൊടിയും ഇതുമായിട്ട് ഫുള്ള് കുളമായിരുന്നു. പിന്നെ ആക്ച്വലി നമ്മൾ കുറേ ദൂരം വന്ന് നോക്കി, ഒരു രക്ഷയില്ല. റോഡ് മുഴുവനും കുളമാണ് എന്ന് പറയാൻ എന്താ, നമുക്ക് നേരെ സമയത്തിന് എത്താൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ ഞങ്ങൾ കൊല്ലം ഓച്ചിറയുടെ സൈഡിൽ നിന്ന് പിന്നെ കട്ട് ചെയ്ത് നമ്മൾ പിന്നെ ചങ്ങനാശ്ശേരി, കോട്ടയം അതുവഴി കയറി വന്നു. അതുവഴിയാണ് പിന്നെ നമ്മൾ എറണാകുളത്തോട്ട് എത്തിയത്. ഇന്നിപ്പോൾ എറണാകുളത്ത് നിന്ന് വീണ്ടും നമ്മൾ യാത്ര തിരിച്ചിട്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മുഴുവൻ റോഡും പണിയാണ്. എറണാകുളത്ത് നോക്കുവാണെങ്കിൽ ഫുള്ള് ബ്ലോക്കാണ്. അവിടെ നിന്ന് എത്തിക്കുന്നത് പിന്നെ ജീവനോടെ എത്തിയ ഭാഗ്യം എന്ന രീതിയിലാണ്. ഇതിന് മുന്നേയും എറണാകുളത്ത് ഞാൻ സ്റ്റേ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്. ഏറെക്കുറെ 6-7 മാസത്തോളം ഞാൻ എറണാകുളത്ത് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ സൗത്ത് ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഇടപ്പള്ളിയും ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും പോയി എല്ലാ എക്സ്പീരിയൻസിലുള്ള ആൾ തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ പറഞ്ഞ 6-7 മാസത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു റോഡുകൾ? അതിനേക്കാളും വേസ്റ്റ് സിറ്റുവേഷനാണ് ഇപ്പോഴും ഉള്ളത്. ഒരു ചേഞ്ചും ഇല്ല. ഈ റോഡ് പണിയും കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഇതുപോലെ ഒരു അനക്കമില്ലാണ്ട് ഇങ്ങനെ തന്നെ കിടപ്പുണ്ട്. ആക്ച്വലി എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഇത്രയും പണിയുള്ള കാര്യം. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ നെടുമങ്ങാട് വഴി നമുക്ക് വെമ്പായം അതുവഴി കൊല്ലം കയറാനുള്ള അതാണ് ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ. പിന്നെ നൈറ്റാണ് നമ്മൾ ഇറങ്ങിയത്. ഏറെക്കുറെ മിഡ് നൈറ്റാണ് വീട്ടിൽ നിന്ന് തിരിച്ചത്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ബൈപ്പാസ് പിടിച്ച് പെട്ടെന്ന് എത്തുമെന്ന് കരുതിയിട്ടാണ് കയറിയത്. തിരുവനന്തപുരം കഴിഞ്ഞ് കഴക്കൂട്ടം കഴിഞ്ഞതോടെ പണി പാടി. റോഡ് മുഴുവൻ കുളമാണ്. വൻ ദുരന്തം റോഡ്. ഇവിടെ നിന്ന് നമ്മളൊരു പ്ലാൻ എക്സ്പെക്ട് ചെയ്ത് ഈ റോഡിൽ കൂടെയാണ് നമ്മൾ പോകണമെങ്കിൽ ഒരു കാരണവശാലും ഒരിടത്തും എത്താൻ പോകണില്ല. ടൈമിനെത്തില്ല കേട്ടോ. റോഡ് മുഴുവനും പൊടി, കണ്ണിന് പൊടി അടിച്ചൊരു വല്ലാത്ത അവസ്ഥയാണ്. ആലപ്പുഴയിൽ നല്ല റോഡായിരുന്നു. ആലപ്പുഴയിലും കുഴപ്പമില്ലായിരുന്നു. ബാക്കിയുള്ള മിക്ക സ്ഥലങ്ങളിലും ഇതാണ് അവസ്ഥ. മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ് മുഴുവൻ പണിയും പൊടിയും കുഴിയും കുണ്ടുമായിട്ട് കിടക്കണ കുറേ റോഡുകൾ. ഇതാണ് അവസ്ഥ. നമ്മൾ 5 മണിക്കൂർ കൊണ്ടൊന്നും ഓടിയത്തില്ല. എനിക്ക് തോന്നുന്നത് 8-9 മണിക്കൂർ എടുക്കും തന്നെ തോന്നുന്നു. ഇങ്ങനെയാണ് അനങ്ങി എങ്ങ് പോകുന്നത്. കണ്ടില്ലേ, വെറും 20 കിലോമീറ്റർ 30 കിലോമീറ്റർ ഇതാണ് വണ്ടിയുടെ സ്പീഡ്. ഇപ്പം നോക്കിയാൽ 15-14 പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനങ്ങി അങ്ങ് എത്തുമ്പോഴേക്കും ഒരു ടൈം എടുത്തിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ എത്തി. മലപ്പുറം എത്തി അല്ലേ? അതെ, നീ തന്നെ. ഇപ്പോൾ നമ്മളിപ്പോൾ മലപ്പുറം എത്തി കേട്ടോ. സംഭവം വണ്ടി ഓട്ടിച്ച് പുറകൊക്കെ നന്നായിട്ട് വേദനിക്കുക. അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ട് ഇവിടെ സൈഡ് അവിടെ നിർത്തിക്കുക. കയറിക്കോ, പോവാം. നീ ഇത് കാല് നീട്ടിയിരിക്കും. നീ എങ്ങനെ ഇരുന്നേ നേരത്തെ എങ്ങനെ ഇരുന്നേ? അങ്ങനെ തന്നെ ഇരിക്കും. ചരിഞ്ഞിരുന്നിട്ട് വേണം നീ എവിടെയെങ്കിലും തോട്ടിൻ്റെ അത് കിടക്കാൻ. അപ്പോൾ ശരി, അപ്പം പോവാം. അയ്യോ,
ഇനിയും ഏറെക്കുറെ ഇപ്പോൾ സമയം 11:40 ആയിട്ടുണ്ട് കേട്ടോ. 11:45 പോവുകയാണ്. നമുക്കിനി ടോട്ടലിനി ഒരു 70 കിലോമീറ്റർ കൂടെ ട്രാവൽ ചെയ്യാനായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് നല്ലൊരു റോഡ് സത്യം പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യണേ. ഇതുവരെയും ആ ഒരു എറണാകുളം കഴിഞ്ഞ് കുറേ ഭാഗത്തോളം റോഡ് മുഴുവൻ കുളമായിരുന്നു. ഇവിടെ പണി നടക്കുവാണ്. റോഡ് മുഴുവനും കുണ്ടും കുഴിയും അങ്ങനെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോഴാണ് പിന്നെ നല്ലൊരു റോഡ് കിട്ടിയേ. സോ കൊടുത്തു പോകാം. ഇപ്പം നമ്മൾ പോണ സർവീസ് റോഡ് വഴിയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ പറയുന്ന ഈ ഹൈവേയിലൂടെ നമുക്ക് ബൈക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, എൻട്രി കൊടുത്തിട്ടില്ല. ബൈക്ക്, ഈ ഓട്ടോറിക്ഷ അങ്ങനത്തെ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ലെന്നാണ് കൊടുത്തിരുന്നത്. സോ എന്തായാലും നമുക്ക് പോകാം. പിന്നെ ഇപ്പോൾ ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് മിക്കയിടത്തും റോഡിൻ്റെ സൈഡിൽ ലൈറ്റോ അങ്ങനെയൊന്നും വരുന്നില്ല. ഉള്ളൊരു ഇരുണ്ട അവസ്ഥയാണ്. നൈസ് റോഡാണ് കേട്ടോ. അവിടെ നിന്ന് റോഡ് വിട്ട് കയറിയപ്പോൾ അടിപൊളി റോഡാണ്. നമുക്ക് കൈ കൊടുത്തങ്ങ് പോകാം, വിട്ടു പോകാൻ പറ്റുന്ന റോഡുകളാണ്. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. ആക്ച്വലി നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇവിടെ എറണാകുളം വന്നപ്പോൾ മുഴുവൻ ഉറക്കമായിരുന്നു. അത് രാത്രി നമ്മളൊരു 11:30 കഴിഞ്ഞിട്ടാണ് യാത്ര തുടങ്ങിയിട്ട് മുഴുവനും ഉറക്കമായിരുന്നു. ജെസ്സി ആണെങ്കിൽ ഫ്രണ്ടിൽ ബാക്കിൽ ഇരുന്നൊരു ഉറങ്ങി വീഴുമായിരുന്നു. പിന്നെ ഞങ്ങൾ മാറി വണ്ടി ഓട്ടിച്ചു. കുറേ നേരം ഞാൻ ഓട്ടിക്കും, പിന്നെ ജെസ്സി ഓട്ടിക്കും. അങ്ങനെ ഞങ്ങൾ മാറി ഓട്ടിച്ചാൽ ഇതുവരെ എത്തിയേ. സത്യം പറഞ്ഞാൽ ഇത്രയും നേരം കുണ്ടിനും കുഴിക്കാത്ത വീണ് നടുവെല്ലാം പോയിരിക്കായിരുന്നു. ഇപ്പോഴാണ് സത്യം പറഞ്ഞ ആശ്വാസമായി ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഓട്ടിക്കാൻ പറ്റുന്നത്. ഇവിടെ സൈൻ ബോർഡ് കൊടുത്തിരിക്കുന്നുണ്ടോ? ബൈക്കിന് എൻട്രി ഇല്ല. ബൈക്ക്, ഓട്ടോറിക്ഷ, ട്രാക്ടർ ഇതിനൊന്നും എൻട്രി ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നേരെ റീഡയറക്റ്റ് ചെയ്ത് സർവീസ് റോഡ് വഴി പോകാം. ചില ഭാഗങ്ങളിൽ ഇങ്ങനെ കൊടുത്തിരിക്കുക കേട്ടോ, ബൈക്കിന് എൻട്രി ഇല്ലെന്ന്. പക്ഷെ ബൈക്കിന് എൻട്രി ഇല്ലെങ്കിൽ പിന്നെ എന്ത് കഷ്ടമാണ്. ഒട്ടുമിക്ക ആൾക്കാരും ബൈക്കാണ് ഇവിടെ കേരളത്തിലൊക്കെ യൂസ് ചെയ്യുന്നത്. ടോളാണ് തോന്നുന്നത് കേട്ടോ. ടോളെത്തി. യെസ്, സൈഡിൽ കൂടെ പണി നടക്കുവാ കേട്ടോ. ഇവിടെ സംഭവം ടോളിൻ്റെ ഒന്നും സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. ആക്ച്വലി നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ മലപ്പുറമൊക്കെ കഴിഞ്ഞു. മലപ്പുറത്ത് എവിടെയോ നിൽപ്പുണ്ട്, ഏതോ സ്ഥലമൊന്നും പിടുത്തല്ല കേട്ടോ. നല്ല മഴയാണ്. ഇപ്പോൾ നമ്മൾ ഏതൊരു ബ്രിഡ്ജിൻ്റെ അടിയിൽ നിൽക്കുക. മഴ ഹൈവേ കേട്ടോ. ഇവിടെ പാർക്കിംഗ് ചെയ്യാൻ പാടില്ല. പക്ഷേ സംഭവം ഇവിടെ ഫുള്ള് മഴയായതുകൊണ്ട് വേറെ ഒരു വഴിയില്ല. ജസ്റ്റ് ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ തന്നെ നിൽക്കുവാണ്. കുറച്ച് വരെ മഴ ഉണ്ടായിരുന്നു, പിന്നെ മഴ ഇല്ലായിരുന്നു. തൃശ്ശൂരിൻ്റെ അവിടെ എത്തിയപ്പോൾ അല്ലേ, അതിനുശേഷം പിന്നെ മഴയില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങി. എന്തായാലും ഒരു ബ്രിഡ്ജിൻ്റെ അടിയിലാണ് നിൽക്കണം, അതുകൊണ്ട് രക്ഷപ്പെട്ട. അല്ലെങ്കിൽ ഇപ്പോൾ നനഞ്ഞ് കുളിച്ച് മണ്ടാറടങ്ങി. പക്ഷേ ഇവിടെ വണ്ടി അങ്ങനെ നിർത്താൻ പറ്റത്തില്ല അധികം നേരം. ഓക്കെ, ആക്ച്വലി അങ്ങനെ മഴയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. മഴ പൂർണ്ണമായിട്ട് ഒന്നുമില്ല കേട്ടോ, മഴയുണ്ട് കേട്ടോ, ചെറുതായിട്ടുണ്ട്. കുഴപ്പമില്ല, പോവാങ്ങ്. ഇനി നിന്ന് കഴിഞ്ഞാൽ ലേറ്റാവും.
സോ നമ്മളിപ്പോൾ കോഴിക്കോട് എത്തി കേട്ടോ. കോഴിക്കോട് പന്തീരാങ്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലം, അത് കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 1:20, രാവിലെ വെളുപ്പിന് 1:20. സ്റ്റിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു, ഇതുവരെ എത്തിയിട്ടില്ല. ഇനി എൻ്റെ ഡെസ്റ്റിനേഷൻ ഇവിടെ നിന്നൊരു 13 കിലോമീറ്റർ കൂടെ ഉണ്ട്. സോ നമ്മളിത് ഏതോ കാട്ടിലൂടെയൊക്കെ പോവാണ് കേട്ടോ. ഫുള്ള് കാടാണല്ലോ, ഇതൊക്കെയോ പറന്നു പോകുന്നുണ്ട്. ഒരു ലൈറ്റ് പോലും ഇല്ല പോസ്റ്റിൽ പോലും, ഫുള്ള് കൂരിരുട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രൈറ്റ് ആണ്. അയ്യോ, മുന്നോട്ടാ പോണ്ടേ. ഇവിടെ നിന്ന് 2 റോഡ് വരുന്നുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ആണോ? ലെഫ്റ്റ് അല്ലേ? അങ്ങോട്ട് അതിന്റെ കാർ കിടക്കുന്നുണ്ട്. നമ്മളിവിടെ പാർക്ക് ചെയ്ത് വെക്കണോ വണ്ടി? ആണോ? ആ ബൈക്ക് ഉണ്ട്. ഞങ്ങൾ ആ ബൈക്ക് അവിടെ വെച്ചാൽ മതിയോ? ഓ, ഇതന്നെയാ നമ്മുടെ വീട്. ഏതോ വനത്തിലിറങ്ങിയില്ലേ. വണ്ടി ലോക്കിട്ടൊന്നും വേണ്ടല്ലേ? ഇതിന്റെ അകത്ത് എന്തെങ്കിലും കിടപ്പുണ്ടോ? വേറെ എന്തെങ്കിലും വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ? ഇവിടുത്തെ രാവിലെ വന്നോളെ ഒരു മനസ്സിന് സമാധാനം. ഈ രാത്രി ആ പിള്ളേരുണ്ട് ആരെങ്കിലും പോകാൻ വണ്ടിയെ കൊണ്ട് ട്രെയിനിൽ അറിഞ്ഞിട്ട് ട്രെയിനിൽ പോയി. ഇനി വണ്ടി ട്രെയിൻ ബുക്ക് ചെയ്ത് വണ്ടി കൊണ്ടുപോയി മനുഷ്യനെ കൊണ്ടിട്ട് വണ്ടി ഇത് മഴക്കോട്ട് മാറ്റി ഉണങ്ങ കേട്ടോ.